സ്വന്തം മകളെ അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞ വാർത്ത കേട്ട് ഞെട്ടലിലാണ് കേരളം. എറണാകുളം തിരുവാങ്കുളത്തെ 3 വയസ്സുകാരി കല്യാണിയെയാണ് അമ്മ സന്ധ്യ പുഴയിൽ എറിഞ്ഞു കൊന്നത്. സംഭവത്തിൽ സന്ധ്യക്കെതിരെ ചെങ്ങമനാട് പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. തിങ്കളാഴ്ചയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കല്യാണിയില്ലാതെ അമ്മ സന്ധ്യ വീട്ടിലെത്തിയതോടെ കാര്യം തിരക്കിയപ്പോഴാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ വിവരമറിയുന്നത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:20 മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും ഭർത്തൃവീട്ടിൽ നിന്നും പീഡനം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ കൊലപാതകത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സന്ധ്യ എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സന്ധ്യയുടെ ഭർത്താവ് സുഭാഷിന്റെ വീട്ടിൽ കൂടുതലും ആൺമക്കളാണുള്ളത്. അവിടെ പെൺകുട്ടികൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണി ജനിച്ചപ്പോൾ മുതൽ അവർക്കൊരു പെൺകുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു. മറ്റാരേക്കാളും എന്തിനേക്കാളും സുഭാഷ് കല്യാണിയെ സ്നേഹിച്ചിരുന്നു. കല്യാണി ആ വീട്ടുകാരുടെയൊക്കെ കണ്ണിലുണ്ണിയായിരുന്നു. എല്ലാവരും കല്യാണിയെ വളരെ സ്നേഹിച്ചിരുന്നു. ആ വീട്ടുകാരുടെ എല്ലാം സ്നേഹവും ഏറ്റാണ് കല്യാണി വളർന്നത്. പക്ഷേ ഭർത്താവും ചേർന്ന് കല്യാണിയെ സ്നേഹിക്കുന്നത് സ്വന്തം അമ്മയായ സന്ധ്യയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. കല്യാണിയെ കൊഞ്ചിക്കുന്നതൊന്നും സന്ധ്യയ്ക്കൊട്ടും സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. കുഞ്ഞിനെ മറ്റാരും സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞ് എപ്പോഴും വഴക്കിടുമായിരുന്നു. സുഭാഷിന്റെ വീട്ടുകാരെ മൊത്തത്തിൽ സങ്കടത്തിലാക്കുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് സന്ധ്യ വിചാരിക്കുകയാണ്. അപ്പോഴാണ് കല്യാണി ഇല്ലാതായാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടങ്കം വിഷമിക്കുമെന്ന് സന്ധ്യ വിചാരിച്ചത്. അങ്ങനെ സന്ധ്യയ്ക്ക് മാനസിക വിജയം നേടാമെന്ന് വിചാരിച്ചാണ് കുഞ്ഞിനെ കൊല്ലുന്നതിന് കാരണമായിരിക്കുന്നത്. സുഭാഷിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്നും സന്ധ്യ 1 ലക്ഷം രൂപയോളം വാങ്ങിയിരുന്നു. എന്നാൽ താൻ ഇത് അറിഞ്ഞിട്ടില്ലെന്നും പണം വാങ്ങിയതിൽ കുടുംബത്തിന് യാതൊരു പങ്കില്ലെന്നും പറഞ്ഞ് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വിളിക്കുകയും ചെയ്തിരുന്നു. ഇതും സന്ധ്യയ്ക്ക് സുഭാഷിനോടും വീട്ടുകാരോടുമുള്ള പക വർദ്ധിക്കുന്നതിന് കാരണമായി. എന്തിനാണ് ഈ പണം വാങ്ങിയതെന്നും ചിലവഴിച്ചതെന്നും ഒന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. സന്ധ്യ മകളെ എറിഞ്ഞു കൊല്ലുകയായിരുന്നു. 8.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പാലത്തിനടിയിലെ പുഴയിൽ നിന്നും കല്യാണിയുടെ മൃതദേഹം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെയാണ് കുഞ്ഞിനെ കാണാതാകുന്നത്. കല്യാണിയുടെ മൃതദേഹം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം 3:30 വറ്റക്കുഴി കിഴിപ്പള്ളിയിലെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ അവസാനമായി തടിച്ചുകൂടിയത് നിരവധി പേരാണ്. കുഞ്ഞിന്റെ ചേതനയേറ്റ ശരീരം കണ്ട് പലരും വിങ്ങിപ്പൊട്ടി. അങ്കണവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയാണ് അമ്മ സന്ധ്യ കല്യാണിയെ പുഴയിലേക്ക് തള്ളിയിട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെ അറസ്റ്റിലായ സന്ധ്യയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. തുടർന്ന് കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റുകയും ഉണ്ടായി.